ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ മോനെ മദ്രസയിൽ അയച്ച ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മോനെ ഞാൻ മദ്രസയിൽ അയച്ച് അതിനുശേഷം രാവിലത്തെ അപ്പം കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടാ. ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളും തുറന്ന് അപ്പോൾ മോനിന്ന് സ്കൂളിലേക്കേണ്ട തിരക്കിലാണ് കേട്ടോ ഞാനിന്ന്. അതോടൊപ്പം തന്നെ ഇന്ന് വയ്യാണ്ടായൊരു ദിവസം തന്നെ, പനി പിടിച്ചിട്ട് ആകെ ക്ഷീണം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ മോനെ സ്കൂളിൽ എന്തായാലും അയക്കണമല്ലോ, കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പം മോനൊന്ന് റെഡിയാക്കിയ ശേഷം കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ച്. അതിനു മുമ്പ് വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളെല്ലാം തീർക്കണം. അപ്പം മോൻ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ പത്തിരിയും കോഴി പൊരിച്ചതും മതിയെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായിട്ടുള്ള വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അപ്പം പത്തിലേട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം പത്തിലും കോഴി പൊരിച്ചും കൊടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. പനി വന്നാൽ പെട്ടെന്നൊന്നും പോകുന്നില്ല ഇപ്പോഴത്തെ പനിയൊന്നും. ആകെ മേലും കയ്യിലും ക്ഷീണം തന്നെ. ഇത് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. നമ്മൾ പിന്നെ ഡെയിലി വീഡിയോ ഇടുന്നില്ല, 2 ദിവസം കൂടുമ്പം ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം അത്രയ്ക്കും എനിക്ക് ഇതിൽ വോയിസ് കൊടുക്കാണ്ട് ഒരു സ്ഥിതിയിലല്ലായിരുന്നു ഉണ്ടായത്. അതിനുശേഷം ഞാൻ ചിക്കൻ ഒന്ന് രാത്രിയെ മസാല എല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാനത് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഉച്ചത്തേക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയല്ലേ പരിപ്പ് കറി. കുക്കറിലേക്ക് അതിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉച്ചത്തേക്ക് ഇതും ചിക്കൻ പൊരിച്ചതായിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്രയ്ക്കും വയ്യാതെ കുട്ടികളെ നോക്കുക, സ്കൂളിലേക്കുക, അതൊരു വലിയ ടാസ്ക് തന്നെ. അങ്ങനെ ഓണ വെക്കേഷനെല്ലാം എത്ര പെട്ടെന്നല്ലേ കഴിഞ്ഞു കൂടിയത്. അപ്പോൾ ഞാൻ 2 ദിവസം വീട്ടിലായിരുന്നു. തലേന്നാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. സ്കൂളും മദ്രസും ഉണ്ടായതുകൊണ്ട് തന്നെ ഒന്ന് വീട്ടിലേക്ക് അധികം പോയി നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. നബിദിനും ഓണം ഒന്നിച്ചെത്തിയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ലീവും കിട്ടിയിട്ടാണ്. ഇപ്പം സ്കൂള് ഓണത്തിൻ്റെ അവധിയാണെങ്കിലും മദ്രസ നബിദിനത്തോടനുബന്ധിച്ചിട്ട് ലീവ് ഇല്ലായിരുന്നു. കാരണം കുട്ടികൾക്ക് പാട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നില്ലേ. അതിനുശേഷം ഞാൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് മൊത്തത്തിൽ തുടച്ചെടുത്ത്, പിന്നെ പാത്രവും കഴുകാനുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് കഴുകി വെക്കണം. അപ്പം ഈ പാത്രമെല്ലാം ഇങ്ങനെ അപ്പം കൈ വെക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പം ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ്. അതാകുമ്പോൾ ഒരു മടുപ്പില്ലെങ്കിൽ സിങ്കിലിങ്ങനെ കൂട്ടി വെക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു മടുപ്പ് തോന്നലുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ അപ്പോൾ ഇല്ല പാത്രം ഞാൻ അപ്പോൾ തന്നെ കഴുകി വെക്കും. പിന്നെ ഉണങ്ങിയ ശേഷമാണ് കേട്ടോ ഓരോന്നും അതിൻ്റെ സ്ഥാനത്ത് എടുത്ത് വെക്കൽ. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ മോൻ്റെ സ്കൂളിലത്തെ ടിഫിൻ ബോക്സും കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ച് ദിവസമായില്ലേ ഒന്ന് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് സോപ്പ് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ മോന് മദ്രസ കൂട്ടി വരുമ്പോഴത്തേക്കും മോൻ്റെ ലഞ്ചും കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഞാനതൊന്ന് നന്നായി കഴുകുന്നുണ്ട്. കാരണം ഉപയോഗിക്കാതെ വെച്ചതല്ലേ. അപ്പോൾ ഞാനത് കഴുകി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അലക്കേണ്ട ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാഷിംഗ് മെഷീനിൽ ഞാൻ ഇട്ടു. അപ്പം ബാക്കി പണിയെടുക്കുമ്പോഴത്തേക്കും ഇതായിക്കോളും. നമ്മൾ എപ്പോഴും ഡ്രസ്സ് ഇങ്ങനെ കൂട്ടി വെക്കാൻ പാടില്ല. അന്നുള്ള ഡ്രസ്സ് ഇങ്ങനെ കഴുകി വെക്കണം. അപ്പം നമ്മൾ ഈ കൂട്ടി വെക്കുമ്പം അത് നമുക്ക്
ഒരു നെഗറ്റീവ് അടിക്കും. അപ്പം നമ്മൾ മാക്സിമം ഡ്രസ്സ് ഇങ്ങനെ അലക്കേണ്ടത് അന്ന് തന്നെ അന്നത്തെ ദിവസം തന്നെ അലക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് ശേഷം ഞാൻ 2 ദിവസം വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ടവലും കാര്യങ്ങളെല്ലാം ഒരു പൊടി പിടിച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അതിനുശേഷം ഇപ്പോൾ രാവിലെ മദ്രസയിലെ അച്ഛൻ്റെ കോലോട്ടാണ് കാണുന്നത് സോഫനീത്തെ. അപ്പം ഞാനത് കാര്യങ്ങളെല്ലാം അതിൻ്റെ അടുത്ത് മടക്കി വെച്ച ശേഷം പിന്നെ മോൻ്റെ തോർത്തും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്, പിന്നെ പുതപ്പും കാര്യങ്ങളെല്ലാം ഒന്ന് മടക്കി ഒന്ന് നേരെയാക്കിയിട്ട് വെച്ചു. അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം എത്ര പനി പിടിച്ചാലും ഞങ്ങൾ എടുക്കേണ്ട ജോലി എന്തായാലും എടുത്താലേ പറ്റും, അല്ലെങ്കിൽ ആകെ വീട് അലമ്പായിട്ടുണ്ടാവും. അപ്പം എല്ലാം പണിയും കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചെറിയ മോനെ ഉറങ്ങുന്നതന്നില്ല. പനിയെല്ലാം ആയതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ വീടെല്ലാം ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. 2 ദിവസം വീട്ടിൽ പോയിട്ട് നിന്നതല്ലേ, അതുകൊണ്ട് ഡീപ്പായിട്ടൊന്നും അടിച്ചിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടാണ്. അപ്പോൾ നല്ല പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഞാനൊന്ന് മൊത്തത്തിലൊന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എത്ര വയ്യാഞ്ഞിട്ടും പണിയെടുത്ത് തീർന്ന് റെസ്റ്റ് എടുത്താൽ തന്നെ നമുക്കൊരു സമാധാനം. ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്നും പിന്നെ ചെയ്യാൻ വേണ്ടി കടന്നിട്ട് പിന്നെ എണീക്കുമ്പോൾ പിന്നെ ആകെ മൂഡ് ഡൗൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീടെല്ലാം ക്ലീനായ ശേഷം ഒന്ന് കിടക്കാം, റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഇത് അങ്ങനെ ഉണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ കുക്കിങ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ അത് വേണ്ട. പിന്നെ ചോറ് പൊതുവെ ഉമ്മ വെക്കാറ് തന്നെ, ക്ലീനിങ് പരിപാടിയെല്ലാം ഞാൻ തന്നെ ചെയ്യാറ്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ചു വാരലും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പം ഈ കടലാസും കാര്യങ്ങളെല്ലാം രാത്രിയും വന്ന് മോൻ്റെ സ്കൂളത്തെ ബുക്സും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് പിന്നെ രാത്രി രണ്ടാളും കളി തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റേതെല്ലായ പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടിച്ച ശേഷം ഞാനൊന്ന് മൊത്തത്തിൽ തുടച്ചു കേട്ടോ. തുടക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടാണ്. അതിനിടയിൽ മോനെ എണീച്ചിട്ടുണ്ടായിന്. അതിനുശേഷം ഞാൻ പിന്നെ ഫുള്ളായിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചിട്ട് അങ്ങനെ തുടച്ചിട്ടെല്ലാം കഴിഞ്ഞ് പിന്നെ മോനെ എണീച്ച് നിന്നിട്ട് മോനെ ഒന്ന് ഉറക്കിയ ശേഷം അപ്പോൾ ഞാൻ കിച്ചണിൽ പോയി പിന്നെ കിച്ചണും ക്ലീൻ ആക്കിയിട്ടിട്ട് ഇപ്പോൾ തന്നെ ഒരു സമാധാനമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.